ഒരു ദിവസം ഡിലേ ആണ് ഇത്തവണ കേട്ടാ. ഇന്നലെ എല്ലാരും തിരക്കായി പോയി. ഗണേശന്റെ ആനിവേഴ്സറി ആയിരുന്നു. അതുകൊണ്ട് നമ്മളൊന്നും ആഘോഷിക്കാൻ പോയില്ല. അവൻ പുറത്ത് പോയി ഐസ്ക്രീം കഴിക്കാനൊക്കെ പോയി. അജ്മലിനും കുറച്ച് തിരക്കായി പോയി ഇന്നലെ. ഇന്ന് അജ്മലും തിരക്കാണ്. അപ്പോൾ ഇന്നാണ് എപ്പിസോഡ്. പിന്നെ ഇന്ന് മാച്ചൊന്നുമില്ല. ചാമ്പ്യൻസ് ലീഗ് ഒറ്റ എല്ലാ മാച്ചും ഒരുമിച്ച് ആയതുകൊണ്ട് നമുക്ക് ഇന്ന് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ പ്രത്യേകിച്ച് ചെയ്യാനുള്ള ഉദ്വേഗതയൊന്നും ആർക്കും ഇല്ല. സുദീപ് മാസങ്ങളോളം പറഞ്ഞുകൊണ്ടിരുന്ന അൺബീറ്റൻ റണ്ണിന്റെ അവസാനമായി. എന്താ പറയാ, കണ്ണിലെന്തോ പോയി. ആസ് എ ഹോൾ വളരെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ക്ലബ്ബ് പോകുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടോപ്പ് 4 ഒന്നും പോയി. വളരെ ഒരു സംഭവ ബഹുലമായ ഒരു വീക്കെൻഡ് ആയിരുന്നു. ലിവർപൂളിന്റെ തോൽവി മാത്രമല്ല, യുണൈറ്റഡിന്റെ ഒരു റിസർജൻസ്, ടോപ്പ് 2-നെ തോപ്പിച്ചുകൊണ്ട് മൈക്കിൾ കാരക്കിന്റെ കീഴിൽ റെഡ് ഡെവിൾസ് വീണ്ടും എന്താ പറയാ ടോപ്പ് 4-ലേക്ക് കയറിയിരിക്കുന്നു. ആർസണൽ തോറ്റു എന്നുള്ള ഒരു ന്യൂസിൽ ടോപ്പ് 2 തമ്മിൽ 4 പോയിന്റ് വ്യത്യാസം. ആസ്റ്റൺ വില്ലയുടെ ജൈത്രയാത്ര വീണ്ടും തുടരുന്നു. വെസ്റ്റ് ഹാം ജയിക്കുന്നു. അവരുടെ ഒരു എന്താ പറയാ റെലഗേഷൻ ബാറ്റിൽ അവിടെ നിന്ന് കൊഴുക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നു. എന്നിരുന്നാലും നമ്മുടെ വിഷയം വീണ്ടും പഴയ വിഷയം തന്നെയാണ്. എന്തുകൊണ്ട് നമ്മൾ തോറ്റു? ഗണേശന്റെ നിലപാട് എല്ലാവർക്കും അറിയാം. സുദീപിന്റെ നിലപാട് എല്ലാവർക്കും അറിയാം. മോബിന്റെ നിലപാടും ഏകദേശം എല്ലാവർക്കും ഇപ്പം ഓഡിയൻസിന് എല്ലാവർക്കും അറിയായിരിക്കും. എന്റെ നിലപാടും ഏകദേശം എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും നമ്മള് ഈ എപ്പിസോഡിന്റെ ഈ മാസം, അതായത് ഡിസംബർ 27-28 സമയത്ത് ചെയ്ത ഒരു വിന്റർ ട്രാൻസ്ഫർ വിൻഡോ എപ്പിസോഡിൽ നമ്മൾ 4 പേരും, എനിക്ക് തോന്നുന്നു സുദീപ് അടക്കം എല്ലാവരും ഒത്തൊരുമയോടെ ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു. ഒരു 10 ദിവസത്തിനുള്ളിൽ, ജനുവരി ആദ്യവാരം അല്ലെ, FA കപ്പ് മാച്ചുകൾക്ക് മുമ്പെങ്കിലും സെമന്യോ അല്ലെങ്കിൽ ഗേഹി അല്ലെങ്കിൽ ഒരു നല്ലൊരു സെന്റർ ബാക്കും നല്ലൊരു വിങ്ങറും വേണം എന്നുള്ള കാര്യം സ്ലോട്ടിനും അറിയാം, FSGക്ക് അറിയാമായിരിക്കും, എഡ്വേർഡ്സിനും അറിയാം, ഹ്യൂസിനും അറിയാം, ആൻഫീൽഡിൽ കളി കാണാൻ പോകുന്നവർക്കും അറിയാം, ഫാൻസ് എല്ലാവർക്കും അറിയാം. പക്ഷെ 2 പ്ലേയേഴ്സും സിറ്റിയിലോട്ട് പോയി. എന്നിരുന്നാലും കൊണാട്ടെ ഫാമിലി റീസൺസിന് കൊണാട്ടെ ഇല്ല. ഇപ്പൊ ഗോമേസ് ഇഞ്ചറിയാണ്. എൻഡോനെ വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ കളി കളിച്ചത്. കളി തോറ്റു. എൻഡോ കാരണം എന്നല്ല, തോറ്റു. സോ കളീന്റെ അനാലിസിസ് കാര്യമായിട്ട് എനിക്ക് ഇൻ ഐസൊലേഷൻ വലിയ പ്രശ്നമുള്ള മാച്ചായിട്ട് തോന്നിയിട്ടില്ല. വി കെയിം ബാക്ക്. അതായത് നമ്മൾ ഇതിലും മോശമായിട്ട് ഈ സീസണിൽ കളിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ പറയാൻ നമ്മൾ ആരും അല്ല. എന്നിരുന്നാലും ആസ് എ ഫാൻ, ഗണേശന്റെയും ഓബിന്റെയും സുദീപിന്റെയും എന്താണ് അവസ്ഥ, എന്താണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? അതിൽ നിന്ന് തുടങ്ങാം നമുക്ക്. ചർച്ച ആക്ച്വലി മാച്ച് അല്ല, ഇറ്റ്സ് മോർ അബൌട്ട് മാനേജ്മെന്റ്. അത് എവിടെ തുടങ്ങും? എഡ്വേർഡ്സ് തുടങ്ങി ഹ്യൂസ് കണ്ടിന്യൂ ചെയ്ത് സ്ലോട്ടിൽ എത്തേണ്ടി വരും. കാരണം ഈ ഒരു എൻറ്റയർ സീസൺ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലോട്ട് പല സമയത്തും പറഞ്ഞിട്ട് എനിക്ക് സ്ക്വാഡ് വേണം എന്നുള്ളത്. പക്ഷെ നമ്മളെ യൂഷ്വൽ പ്രൊസീജിയർ വെച്ചിട്ട് നമ്മൾ 30 മില്യന്റെ 2 പ്ലെയർ വാങ്ങുന്നു, അല്ലെങ്കിൽ 40 മില്യന്റെ 2 പ്ലെയർ വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു 15-16 മില്യന്റെ പ്ലെയറും 30 മില്യൺ പ്ലെയറും അങ്ങനെ വാങ്ങിയിട്ട് സ്ക്വാഡ് ഉണ്ടാക്കുന്നു. നമ്മൾ കാലങ്ങളായിട്ട് കാണുന്ന ലിവർപൂൾ ഫോർമാറ്റ്. അത് മാറി $120 കൊടുത്തിട്ട്, $115 കൊടുത്തിട്ട് ഒന്ന്, $130 കൊടുത്തിട്ട് വേറൊന്ന് വാങ്ങുക, എന്നിട്ട് ബാക്കിയുള്ള ഒരു സ്ഥലത്തും വാങ്ങാണ്ടിരിക്കുക. വന്നവരൊക്കെ വന്നതിനനുസരിച്ച് പോയിട്ടുണ്ടല്ലോ. കാരണം ട്രെൻഡ് പോയി, ഫ്രിംപോങ് വന്നു, സിമിക്കസ് പോയി, കേക്കസ് വന്നു, എലിയിട്ട് പോയി, വേർഡ്സ് വന്നു എന്ന് പറഞ്ഞാൽ ബേസിക്കലി വി ആർ നോട്ട് റീപ്ലേസിങ് എനിബഡി. ലൈക്ക് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുന്നില്ല ആരെയും. നമ്മൾ വന്നതിന് കൂടുതൽ പോയിട്ടാണ് ഉള്ളത്.
അപ്പം സ്ക്വാഡ് വീക്കൻ ചെയ്യാനുള്ള ഡിസിഷൻ ആരുടേതാണെന്നുള്ളത് ആദ്യം നോക്കേണ്ടി വരിക. കാരണം സ്ലോട്ട് ഇൻക്ലൂഡഡ് ആണ്. ഞാൻ സ്ലോട്ടിന് ആര് പറയുന്നതല്ല, സ്ലോട്ട് ഇൻക്ലൂഡഡ് ഇതായിരുന്നു ഇവരുടെ പ്ലാൻ. കൊണാട്ടെ ഈ സീസണിൽ ഇപ്പൊ കളിക്കുന്നു എന്ന് പറയുന്നത് തന്നെ കൊണാട്ടന്റെ കരിയറിൽ ആദ്യമായിട്ടാണെങ്കിൽ കൊണാട്ട ഇത്രയും ഗെയിം ഒരുമിച്ച് കളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലെയറും ഗോമസിനെ പോലുള്ള ഒരു എന്താ പറയാ ഇഞ്ചുറി ബ്ലൈറ്റന്റ് പ്ലെയറിനെയും വെച്ചിട്ട് എങ്ങനെ ഒരു സീസൺ മുന്നോട്ട് പോവാം എന്ന് ആര് തീരുമാനിച്ചു? അവിടെ നിന്ന് നമ്മൾ തുടങ്ങേണ്ടി വരും നമ്മളെ എൻറ്റയർ സീസൺ ഡിസ്കഷൻ. എനിക്ക് ഫീൽ ചെയ്ത് ഇതിലൊരു വസ്തുതയുണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഈ അടുത്ത് കണക്കുകൾ ഒക്കെ ഫിഗേഴ്സ് ഒക്കെ വന്നു. നമ്മള് വെൽ റൺ ക്ലബ് എന്നുള്ള രീതിയിൽ നമ്മള് പ്രോഫിറ്റ്സും ഒക്കെ നമ്മുടെ അത് കൂടി അല്ല ഞാൻ പറഞ്ഞു അതന്നെ നമ്മള് റവന്യൂല് ഫസ്റ്റാ. അതെ, അതാ പറഞ്ഞത്. നമ്മള് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വെൽ റൺ ആണ്. അപ്പോ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ ഒരു പോയിന്റ് അതില് പിന്നെ വരുന്നത് നമ്മുടെ വേജ് ബില്ല് നമ്മുടെ ഹൈ ആണ് അതില്. അതില് നമ്മുടെ ഈ 30+ ഏജുള്ള 2 പ്ലേയേഴ്സ് നമ്മുടെ വേജ് ബില്ല് ഭയങ്കര വലിയ കോൺട്രിബ്യൂഷനിൽ നിൽക്കും, VVDയും സലേം. അപ്പൊ അവരുടെ കോൺട്രാക്ട് റിന്യൂ ചെയ്യണ കേസിൽ നമ്മൾ ഇതിനു മുമ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അവര് കോൺട്രാക്ട് റിന്യൂ ചെയ്യോ? യൂഷ്വലി FSG അങ്ങനെ ചെയ്യാറില്ല, കോൺട്രാക്ട് റിന്യൂ ചെയ്യാറില്ല അത്രയും ഏജ് വരുമ്പോൾ. നമ്മൾ കണ്ടതാണ് പല പ്ലേയേഴ്സും അങ്ങനെ വിട്ടു പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജിനി ആയാലും ഹെൻഡേഴ്സിനായാലും ജെറാഡ് ആയാലും അങ്ങനെ പലരും അങ്ങനെ പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു മാനേജ്മെന്റിന് പെട്ടെന്ന് അവിടെ ഇവർക്ക് കോൺട്രാക്ട് റിന്യൂ ചെയ്യേണ്ട അവസ്ഥ വന്നു. കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്ന വേജ് ബില്ല് മാനേജ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം എനിക്ക് തോന്നുന്നത് സ്ക്വാഡ് വലുതാക്കാതെ. സ്ക്വാഡില് നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു. അവർക്ക് ഹൈ വേജ് ആണ് ഓൾറെഡി, മറ്റേ വേർഡ്സ് ആയാലും എക്വിറ്റിക് ആയാലും. പക്ഷെ അതോടുകൂടി വേറെ പ്ലേയേഴ്സിനുള്ള സ്പേസ് അവിടെ ഇല്ലാണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതായത് വേജ് ബില്ല് ഇനി കുറഞ്ഞാലേ കൂടുതൽ പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ പറ്റൂ. അതൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, നമ്മുടെ സ്ക്വാഡ് ബിൽഡ് ചെയ്തപ്പോ ഇപ്പൊ പറ്റിയ വേറൊരു പ്രശ്നം, ഓബിൻ എപ്പോഴും പറയാറുള്ള ഒരു പ്രശ്നം, ഈ ഹോം ഗ്രൗണ്ട് പ്ലേയേഴ്സിന്റെ എണ്ണം വളരെ കുറഞ്ഞു. അപ്പൊ ആകെ ആ ഗുവേഹയെ വന്നിരുന്നെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് വന്നേനെ, ഹോം ഗ്രൗണ്ട് പ്ലേയേഴ്സിന്റെ അവിടെ അത് വന്നേനെ. പക്ഷെ അവിടെയും ഒരു പാളിച്ച പറ്റി. അത് കൃത്യമായിട്ട് നമുക്ക് സ്ക്വാഡ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല ഹ്യൂഗ്സിന്റെ. ഇതൊക്കെ ആയിട്ട് നമ്മുടെ പ്ലേയേഴ്സ്, ആവശ്യത്തിന് പ്ലേയേഴ്സ്, ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ്, സ്ലോട്ട് പറയുന്ന പോലെ ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് വരാത്തതിന്റെ ഭാഗമായിട്ട് ഒരേ പ്ലേയേഴ്സിന് വീണ്ടും 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 കളിപ്പിക്കേണ്ട ഒരു അവസ്ഥ അങ്ങനെ വന്നിരിക്കുകയാണ്. അതാണ് ഈവൻ റോബർട്ട്സനെ വേണമെങ്കിൽ ഈ കഴിഞ്ഞ കളി കളിപ്പിക്കായിരുന്നു, സ്റ്റാർട്ട് ചെയ്യിക്കായിരുന്നു. പക്ഷെ കേക്കസിനെ തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യിച്ചു. അപ്പൊ റോബർട്ട്സിന്റെ ലെവല് നമുക്കറിയില്ല, ട്രെയിനിങ്ങിൽ എങ്ങനെയാണ് ഡിഗ്രസ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോ ഓരോ പൊസിഷനിൽ ഇപ്പോ മിഡ്ഫീൽഡിലായാലും വെന്റോനെ അങ്ങനെ കളിപ്പിക്കാൻ, ഇപ്പൊ കഴിഞ്ഞ ദിവസം CB ആയിട്ട് കളിപ്പിക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഓരോ പൊസിഷനിൽ ഈ റൈറ്റ് ബാക്കിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ നന്നായിട്ട് സൊബോസ്ലെയും കേർട്ടിസ് ആണ് അവിടെ കളിക്കുന്നത്. നമ്മുടെ അക്കാഡമി പ്ലേയേഴ്സിനെ പോലും പരിഗണിക്കുന്നുണ്ട്. കാൽവിൻ റാംസിയെ പോലും പേര് പറയാണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായി. അതായത് നമ്മുടെ സ്ക്വാഡിന്റെ ക്വാളിറ്റിയില് സ്ലോട്ട് അത്രയും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ അത് ഇനി ഹ്യൂഗ്സ് ബിലീവ് ചെയ്യണ്ടോന്നറിയില്ല. ഉള്ള സ്ക്വാഡ് അതിന് പാകത്തിനുള്ള സ്ക്വാഡാന്ന് ഹ്യൂഗ്സ് അത് വിശ്വസിക്കുന്നുണ്ടാവാം. ചിലപ്പോ യങ് പ്ലേയേഴ്സിൽ ബിലീഫ് ഉണ്ടാവാം. പക്ഷെ സ്ലോട്ട് അത് എന്തായാലും അങ്ങനെ കണക്കാക്കില്ല. അപ്പൊ ഇവര് തമ്മിലുള്ള എന്തെങ്കിലും രണ്ടുപേരും പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും, രണ്ടുപേരുടെ ഭാഗത്തും ശരിയുണ്ടാവും. പക്ഷെ ഇതിലൊരു കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം അല്ലെങ്കിൽ രണ്ടുപേരുടെ ഒരു സിങ്കിന്റെ പ്രശ്നം അവിടെ വരുന്നുണ്ട്. അപ്പോ അതാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ഈ ഒരു കറക്റ്റ് സിങ്കിലല്ലാണ്ട് വരുമ്പോ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പ്ലേയേഴ്സിനെ അഫക്ട് ചെയ്ത് തുടങ്ങി, പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റിയിൽ അത് ബാധിച്ചു തുടങ്ങി. അതാണ് നമ്മൾ മാച്ചിൽ കണ്ടത്. അവസാനമൊക്കെ നമ്മൾ 2-2 തിരിച്ചു വന്നെങ്കിലും വീണ്ടും അതോടുകൂടി ആ മെന്റാലിറ്റി ഡ്രോപ്പ് ആവുകയും, അപ്പൊ അങ്ങനെ ആ പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി, അങ്ങനെയുള്ള ലീഡേഴ്സിന്റെ അഭാവം വന്നു. അതൊക്കെ നമ്മുടെ സ്ക്വാഡിലുള്ള ഒരു വീക്ക്നെസ് ആണ്. അതൊക്കെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസംബറിൽ പറഞ്ഞത് ട്രാൻസ്ഫർ വിൻഡോയിൽ. പക്ഷെ ഇതൊന്നും അവിടെ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇനി എന്താണ് മുന്നോട്ട് എങ്ങനെ പോവുക എന്നുള്ളതാണ്. ഇവര് തമ്മിലുള്ള ഒരു പൊളിറ്റിക്കൽ
ഫൈറ്റ് ആണോ നടന്നുകൊണ്ടിരിക്കണേ എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാവണില്ല. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സുദീപ് പറഞ്ഞതിനോട് കുറച്ച് പോയിന്റ് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ സുദീപ് പറഞ്ഞു 30 വയസ്സ് മേലെയുള്ള ആൾക്കാർക്ക് പേജ് ഇത്രയും പേജ് കൊടുക്കാൻ പാടില്ല, സോ അതുകൊണ്ടാണ് നമ്മൾ പ്ലെയറെ മേടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അതൊരു പോയിന്റ് സുദീപിന് അവസാനം പറഞ്ഞു, ലീഡർഷിപ്പിന്റെ കാര്യം, ലീഡർഷിപ്പ് ഇല്ല. അപ്പൊ ഈ 30 കഴിഞ്ഞ ആൾക്കാര് എല്ലാരും അവരവരുടെ നാഷണൽ ടീമിൽ ലീഡേഴ്സാണ്. അപ്പൊ അവര് സ്റ്റേ ചെയ്തില്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് ലീഡർഷിപ്പ് കൊണ്ടുവരാനാ? റോബർട്ട്സൺ ആവട്ടെ, ലീഡർഷിപ്പ് ഇല്ലാത്തത് കൊണ്ടല്ലേ ഈ ആ ഒരു അഭാവത്തിലല്ലേ നമ്മൾ കൺസീഡ് ചെയ്യുന്നൊരു സാല മര്യാദക്ക് ഈജിപ്തിൽ പോയി കളിക്കുന്നുണ്ട് ലീഡറായിട്ട്, ക്യാപ്റ്റന്റെ ബാൻഡൊക്കെ ഇട്ടിട്ട്. BVD നെതർലൻഡ്സിൽ പോയി മര്യാദക്ക് കളിക്കുന്നുണ്ട്. അവര് അത് പോട്ടെ ഒരു സൈഡില്. പിന്നെ നമ്മള് ഇപ്പോ ഓരോരോ പൊസിഷനിലും ഓരോരോ പ്ലേയേഴ്സിനെ മേടിച്ചു എന്ന് പറഞ്ഞു, കർക്കസ് ആവട്ടെ, ഫ്രിംപോങ് ആകട്ടെ. പക്ഷെ ലെഫ്റ്റ് വിങ്ങിൽ നമ്മൾ ആരെയും മേടിച്ചില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എങ്കുമഹ ഡീല് സൈൻ ചെയ്യുമ്പോൾ തന്നെ ആൾക്ക് പ്ലേ ടൈം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് സൈൻ ചെയ്യിക്കുന്നത്. സോ സ്ലോട്ട് ആളെ യൂസ് ചെയ്യാനുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇത് സംഭവം കൊടുത്തത് തന്നെ. പിന്നെ അതുപോലെ ആവട്ടെ, ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ എങ്കുമഹയ്ക്ക് പ്ലേ ടൈം കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹീൽ പുഷ് ഫോർ എ മൂവ്, ഉറപ്പാണ്. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പൊ അക്കാഡമിയിൽ നടക്കുന്നുണ്ട്. ഇഫ് സ്ലോട്ട് ഡിഡ്ന്റ് ട്രസ്റ്റ് ദി അക്കാഡമിയിൽ നിന്ന് പല ആൾക്കാരും പോകുന്നുണ്ട്. ഇപ്പോൾ കൈറൽ ഫിഗറോവ, വൺ ഓഫ് ദ മെയിൻ സ്ട്രൈക്കേഴ്സ് ഇൻ അക്കാഡമി, പോർട്ടോ ഒന്ന് മേടിക്കാൻ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ജനുവരിയിൽ സെല് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവർ സമ്മറിൽ വരും. കുറെ കാലം, എത്ര കാലം തന്നെ അക്കാഡമി ഗെയിമിന് കളിച്ചു നിൽക്കാൻ പറ്റുക? വൺ ഓഫ് ദ ഗുഡ് സ്ട്രൈക്കേഴ്സ് ഇൻ അക്കാഡമി. സോ ആള് പോയാൽ പിന്നെ അങ്ങനെ അക്കാഡമിയിൽ നിന്ന് അങ്ങനെ പ്രൊഡക്ട്സ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പിന്നെ നമുക്ക് തന്നെ നമ്മുടെ ബെഞ്ചിൽ തന്നെ ഇത്രയും കാലം കേസ് ഉണ്ടായിരുന്നു, എൻഡോ ഉണ്ടായിരുന്നു. എൻഡോ കുറച്ചുകൂടി ഇഞ്ചറി ആയിരുന്നു, ഇല്ല പറഞ്ഞില്ല. മര്യാദയ്ക്ക് ഒരു സ്ക്വാഡ് റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സമയാസമയത്ത് ഇപ്പോൾ ചില കളിയിലൊക്കെ ഒരു സബ് ഇറക്കുന്നുള്ളൂ. നമുക്കുണ്ടല്ലോ 5 സബ് ഉണ്ട്. ഇറക്കി പരമാവധി സ്ക്വാഡ് റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നമുക്ക് പ്ലേയേഴ്സിന് അങ്ങനെ റെസ്റ്റ് കൊടുക്കാനും കുറെ കാലം കളിക്കാനും പറ്റും. ഇപ്പോ ഇഞ്ചറി ആവുന്നതാണ് ഏറ്റവും മെയിൻ. ഉള്ള ആൾക്കാർ മര്യാദയ്ക്ക് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. അവിടെയാണ് ശരിക്കും നമ്മുടെ ചർച്ച. ഐ ഡോണ്ട് വാണ്ട് ടു റിയലി ഡിസ്കസ് ബോൺമത്ത്, ബിക്കോസ് ബോൺമത്തില് പ്രശ്നങ്ങൾ എന്താ പറ്റിയ ഡിസ്കസ് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിച്ച അടുത്ത കളിയിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ പ്രോബ്ലം ഒരു ക്രോണിക് പ്രോബ്ലം ആണ് ഈ സീസൺ മൊത്തം. സ്ലോട്ടിന്റെ പ്രസ് കോൺഫറൻസ് കണ്ടിരുന്നു. സ്ലോട്ടിന്റെ പ്രസ് കോൺഫറൻസിൽ സ്ലോട്ട് പറയുന്നത് നമുക്ക് ചെറിയ സ്ക്വാഡ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് റൊട്ടേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാധനവും പറയുന്നു. അതോടൊപ്പം തന്നെ ലിയോണിയുടെ ഇഞ്ചുറി, ഇസാക്കിന്റെ ഇഞ്ചുറി, ബ്രാഡ്ലിയുടെ ഇഞ്ചുറി, ഈ 3 ഇഞ്ചുറി വന്നപ്പോഴേക്കും നമുക്ക് ആളില്ല. ഇപ്പൊ നാളെ കാരാബാഗിനോട് കളിക്കാൻ നമുക്കൊരു സെന്റർ ബാക്ക് ഇല്ല. എൻഡോ കളിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. എൻഡോനും എന്തോ ഫിറ്റ്നസ് ഇഷ്യൂ ഉണ്ട്. സോ ബേസിക്കലി ഗ്രാവൻബർച്ച് കളിക്കുന്ന നാളെ. അപ്പോ ശരിക്കും ഇപ്പൊ സ്ലോട്ട് ഹെഡ് കോച്ച് ആണ് എന്നുള്ളൊരു ഇതവിടെ നിൽക്കട്ടെ. കാരണം ഈ ക്ലോപ്പിന്റെ കാലത്ത് നമുക്ക് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. സ്ലോട്ടിന്റെ ഫസ്റ്റ് സീസണിൽ കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി. എന്നിരുന്നാലും ഈ ഇത്രയും ഇഞ്ചുറി വന്ന് 3 ഇഞ്ചുറി വരുമ്പോഴേക്കും സ്ക്വാഡ് ത്രെഡ് ബെയർ ആണ്. ഓൾമോസ്റ്റ് നമുക്ക് ഒട്ടുമില്ല. അതേസമയം ഇഫ് യു ലുക്ക് അറ്റ് ആർസണൽ, അവരുടെ ഈ സീസൺ ഹാവേർട്സ് കളിച്ചിട്ടേ ഇല്ല. ജീസസ് ഇപ്പൊ വന്നിട്ടുള്ളൂ. ഓഡേഗാർഡ് വാസ് ഇഞ്ചേർഡ് ഫോർ എ ലോങ് ടൈം. അവരുടെ ബാക്കിൽ ബെൻ വൈറ്റ് വാസ് ഇഞ്ചേർഡ്, ഗബ്രിയൽ ഗോട്ട് ഇഞ്ചേർഡ്, സലീബ ഗോട്ട് ഇഞ്ചേർഡ്, ടോമിയാസുന് അവര് കൊടുത്തു. ഏതാ? കാലഫിയോറി ഇപ്പൊ ഇഞ്ചേർഡ് ആണ്. സോ അവരുടെ 4, 5, 6 ഡിഫൻഡേഴ്സും മിഡ്ഫീൽഡേഴ്സും സ്ട്രൈക്കേഴ്സും ഇഞ്ചേർഡ് ആയിട്ടും അവര് കളിക്കുന്നുണ്ട്. ആൻഡ് സ്ക്വാഡ് ഇസ് ബിഗ്. അപ്പൊ ഈ സ്ക്വാഡ് ചെറുതാക്കുക എന്നൊരു ഡിസിഷൻ എടുത്തത് ആരാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ശരിക്കും നമ്മുടെ സീസണിനെ
അവിടെയാണ് ഐ എം പുട്ടിങ് എ ഡെവിൾസ് അഡ്വക്കേറ്റ് കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ. ഡിഡ് വി തിങ്ക് ഓഫ് ദിസ് സീസൺ ആസ് എ എന്താ പറയാ ഒരു ട്രാൻസിഷൻ സീസൺ ആയിട്ട് തന്നെയാണോ നമ്മൾ കണ്ടത്? അതായത് വേർഡ്സ് വരുന്നു, സെറ്റിൽ ആവുന്നു, ഇസാക്ക് വരുന്നു, സെറ്റിൽ ആവുന്നു, ലിയോണി വരുന്നു, അടുത്ത സീസൺ ഈ സമ്മറിൽ സല പോകുന്നു, വാൻഡൈക്ക് പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സീസൺ ആയിട്ട്. കാരണം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഈ ചർച്ച ചെയ്ത വിഷയമാണത്. അതായത് നമ്മുടെ സെന്റർ ബാക്കിൽ നമുക്ക് സമ്മറിൽ കൊണാട്ടെ പോവും, ഗോമേസ് പോവും, വാൻഡൈക്ക് വിൽ ഗെറ്റ് 1 more year older. We need to sign at least 3 center backs. എന്നിട്ടും നമ്മൾ ജാനുവരിയിൽ ഗേഹി അവൈലബിൾ ആയപ്പോ ഗേഹി സിറ്റിയുടെ ഇന്റർവ്യൂ തന്നെ പറഞ്ഞു ലിവർപൂൾ വാസ് ഹിസ് ഫസ്റ്റ് ചോയ്സ്. 30 മില്യന് വേണ്ടിയിട്ട് നമ്മൾ ഗേഹിനെ സൈൻ ചെയ്യാതെ അടുത്ത സമ്മറിൽ നമ്മൾ 3 പുതിയ സെന്റർ ബാക്കുമായി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അഗെയിൻ വി ആർ ബാക്ക് ടു സ്ക്വയർ വൺ. അടുത്തതും സീസണും ട്രാൻസിഷൻ ആവില്ലേ? സെയിം തിങ് ഗോസ് വിത്ത് യുവർ വിങ്ങർ. അടുത്ത സീസൺ ഇപ്പൊ സല പോയി കഴിഞ്ഞാൽ ഇപ്പൊ സെമന്യോൻ ഇപ്പൊ മേടിക്കുന്നതിന് പകരം അടുത്ത സമ്മറിൽ വി നീഡ് കിയേസ എന്തായാലും പോകും. ഇനി അവൻ നിന്ന് കഴിഞ്ഞാൽ അവൻ എന്തോ പ്രശ്നമുണ്ട് കാര്യമായിട്ട്, അല്ലെങ്കിൽ അവൻ നിന്നിട്ട് കാര്യമില്ല. സല പോകുന്നു വിചാരിക്കുന്നു, ഇപ്പത്തെ ഒരു അവസ്ഥ വെച്ച് സല പോകും. പിന്നെ ഉള്ളത് ഇസാക്ക്, കിട്ടിക്കെ, ഗാക്പോ, 3 പേരുള്ളൂ. So we need at least 2 more attackers. So attacking 2 more attackers എന്ന് പറയുമ്പോഴേക്കും എങ്ങനെ നോക്കിയാലും ഒരു 60 മില്യൺ 70 മില്യൺ ആണ് ഒരു അറ്റാക്കറിന്റെ പ്രൈസ്. അവിടെ 150 മില്യൺ ആയി 100 മില്യൺ ആയിക്കോട്ടെ, 2 അറ്റാക്കേഴ്സ് മേടിച്ചു. വി ആർ ബൈങ് 3 സെന്റർ ബാക്സ്, അതിൽ 2 സ്റ്റാർട്ടർ ആവണം. സോ അതൊരു 100 മില്യൺ മേടിച്ചു. അഗെയിൻ വി ആർ ലുക്കിംഗ് അറ്റ് റോബർട്ട്സൺ പോയി കഴിഞ്ഞാൽ വി നീഡ് എ ലെഫ്റ്റ് ബാക്ക്. ഇപ്പൊ സിമിക്കാസ് അടുത്ത സീസൺ വരുമോ ഇല്ലോ എനിക്ക് അറിയില്ല, നമുക്കറിയാം, കാര്യമില്ല. വി നീഡ് എ ലെഫ്റ്റ് ബാക്ക്. അഗെയിൻ എൻഡോ എന്തായാലും പോവും. വി നീഡ് എ മിഡ്ഫീൽഡർ. പിന്നാരാ റൈറ്റ് ബാക്ക്? വി ഡോണ്ട് നോ. ബ്രാഡ്ലി, ഫ്രിംപോങ്, ഓക്കെ ലെറ്റ്സ് സേ ബ്രാഡ്ലി, ഫ്രിംപോങ് അവരുണ്ടാവും. അപ്പം ടെക്നിക്കലി അടുത്ത സമ്മറും നമ്മൾ നോക്കുന്നത് 300 മില്യന്റെ അടുത്ത് സ്പെൻഡ് ആണ്. പക്ഷെ അതൊരു പ്രശ്നം വരില്ല. 300 മില്യന്റെ സ്പെൻഡ് വന്നാലും നമ്മുടെ വേജ് ബില്ല് ഭയങ്കരമായിട്ട് താഴെ പോകും. അതായത് റോബർട്ട്സൺ, സല പോകുമ്പോഴേക്കും വേജ് ബില്ല് കട്ടാവുന്നുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും ഈ നമ്മുടെ ടാർഗറ്റ്സ് നമുക്ക് കിട്ടണ്ടേ? അടുത്ത സമ്മറിൽ 3 സെന്റർ ബാക്കും 2 വിങ്ങേഴ്സും മേടിക്കുക എന്ന് പറഞ്ഞാൽ അഗൈൻ വി ഹാവ് ടു സെൽ ഓൾസോ പ്ലേയേഴ്സ്. എല്ലാം കൂടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സമ്മറിൽ നമുക്ക്, ഈ വിന്ററിൽ നമുക്കൊരു സെമന്യും ഒരു ഗേഹി മേടിച്ചാൽ ആ സമ്മർ വുഡ് ഹാവ് ബീൻ ഈസിയർ ആൻഡ് ഈ സീസൺ ഒന്ന് സ്റ്റേബിലൈസ് ആയേനെ. സോ അവിടെയാണ് ഈ നമ്മൾ സൈൻ ചെയ്യാത്തതിന് കാരണം. ഇനി സ്ലോട്ട് അടുത്ത സീസൺ ഉണ്ടാവില്ല എന്നുള്ള ക്രൈറ്റീരിയ വെച്ചാണോ, അതോ 2027 വരെയാണ് എഡ്വേർഡ്സ്, ഹ്യൂസ് ആൻഡ് സ്ലോട്ടിന്റെ കോൺട്രാക്ട്. ഇനി അവര് തന്നെ FSG നമുക്ക് സമ്മറിൽ ആലോചിച്ചിട്ട് ഇനിയിപ്പോ ചാബി വരികയാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു മാനേജർ വരികയാണെങ്കിൽ ഹി മേ വാണ്ട് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡയറക്ടർ ഓഫ് ഫുട്ബോൾ. യുനോ, അതാണോ വാട്ട് ഈസ് ഹാപ്പനിങ്? സോ ഇപ്പോഴത്തെ പോക്ക് വെച്ചിട്ട് ഡസൻ ലുക്ക് ലൈക്ക് സ്ലോട്ട് വിൽ സ്റ്റേ ആഫ്റ്റർ ദ സമ്മർ. കാരണം സ്ലോട്ടിന്റെ റീസെന്റ് പ്രസ് കോൺഫറൻസ് വെച്ച് കാണുന്നുണ്ടെങ്കിൽ ആദ്യം പറയുന്നുണ്ടായിരുന്നല്ലോ, ഇത് സീസൺ തുടങ്ങുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു സ്ലോട്ട് എനിക്ക് ഇത്രയും ആൾക്കാരെ വേണമെന്നുള്ളത്. പക്ഷെ സീസൺ ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞപ്പം യൂഷ്വൽ പല്ലവി, ഐ എം ഹാപ്പി വിത്ത് ദ സ്ക്വാഡ്, ആ സാധനം വന്നു. എന്നിട്ട് അത് കുറച്ചു കാലം ഇങ്ങനെ മുന്നോട്ട് പോകണ്ടായിരുന്നു. പക്ഷെ റീസെന്റ്ലി ഇപ്പൊ 2-3 പ്രസറായിട്ട് ഹീസ് വെരി മച്ച് അറ്റാക്കിംഗ് ദ മാനേജ്മെന്റ് ആയിരിക്കാം. കാരണം എനിക്ക് സ്ക്വാഡില്ല എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് ഇപ്പോ. അപ്പം ഐ ഡോണ്ട് ഹാവ്, ഐ മീൻ ഇപ്പം എന്ത് പറയാനും നിങ്ങൾ സാക്ക് ചെയ്യൂല ഈ സമയത്ത്. ഇപ്പൊ സാക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല. മേ ബി അറ്റ് ദ എൻഡ് ഓഫ് ദ സമ്മർ യു ക്യാൻ ഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മൂപ്പർക്കൊന്നും നോക്കാനില്ലല്ലോ. അമോറിമും മറ്റേ മരസ്കും ചെയ്ത് അതേ പണി തന്നെ ഇപ്പൊ ചെയ്തുകൊടുക്കുന്നില്ല. അത്ര ആര് ഇന്റൻസിറ്റിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടാവില്ല എന്നേ ഉള്ളൂ. ഇനിയിപ്പോ എനിക്ക് നോക്കാനൊന്നുമില്ല, നിങ്ങൾ എന്തായാലും പുറത്താക്കും. അപ്പൊ പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം. ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഉള്ളത്. കാരണം പിന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല സ്ലോട്ട്, അങ്ങനെ ഒരു ഡയറക്റ്റ് അറ്റാക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ പറഞ്ഞത് ഇറ്റ്സ് നോട്ട് എ വെറി ദാറ്റ് ഐ ഹാവ് എ സ്മോൾ സ്കോഡ് ഉള്ളത് എനിക്കൊരു വെറിയൊന്നുമല്ല, പക്ഷെ അതൊരു ചെറിയ ഡിഫിക്കൽട്ടി ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ അത് വെച്ച് പുള്ളി മാനേജ് ചെയ്യാൻ തയ്യാറാണ്.
സ്ലോട്ട്. അങ്ങനെ ഒരു ഡയറക്റ്റ് അല്ല അറ്റാക്ക് മാനേജ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ കളി ഞാൻ ശരിക്കും പറയാം, ഇപ്പൊ ഈ സീസണിൽ ലെറ്റസ് സേ ഒരു 70% മാച്ചസ് തോറ്റത് അല്ലെങ്കിൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത സ്ലോട്ട് കാരണമെന്ന് പറയാം. പക്ഷെ ആ 30% ഇല്ലേ, വി ആർ റണ്ണിങ് വിതൗട്ട് എനി പ്ലെയർ ആസ് സച്ച്. ഭയങ്കര സ്ക്വാഡ് ത്രെഡ്ബെയർ ആവുന്നത് തെറ്റില്ല. ഒരു 10 നമ്മളെ ക്ലോപ്പിന്റെ ആ സീസണിൽ ഉണ്ടായ പോലെ എല്ലാരും ഇഞ്ചേർഡ്. ബട്ട് ഇപ്പൊ കഴിഞ്ഞ മാച്ചിൽ തന്നെ കൊണാട്ടെ, ബ്രാഡ്ലി, ഇസാക്ക് ഇവരെ ഇല്ലാതുള്ളൂ, ബാക്കി എല്ലാവരും ഉണ്ട്. എന്നിട്ടും ദ സ്ക്വാഡ് ലുക്സ് എക്സ്ട്രീംലി വീക്ക്. നമുക്കിപ്പോ ബേസിക്കലി 15 ആൾക്കാരാണ് ഉള്ളത്. ഈ കളിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു 15 ആൾക്കാരാണ് ഉള്ളത് ഗെയിമില്. ആ 15-ൽ 3 പോയാൽ 12. അവിടെ തീർന്നില്ലേ നമ്മള്? 25 ആൾക്കാരെ സ്ക്വാഡിൽ വെക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ആ 25-ലെങ്കിലും 21 വേണ്ടേ? കാരാബാഗുമായുള്ള മാച്ചിന്റെ സ്ക്വാഡിലെ 18 ആളുള്ളൂ. ഇതിപ്പോ മറ്റേ ഇനിയിപ്പോ നല്ലോ പറ്റില്ല, നല്ലോ നമുക്ക് ശാശിയില്ലാത്ത പ്ലെയറാണ്. ലീഡ്സിന്റെ കൂടെ നല്ല ഫൗൾ, ലീഡ്സ് പെനാൽറ്റി വന്നു. മറ്റേ വെല്ലിറ്റ് ലക്കിയും ഇഞ്ചുറി ആയി, ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ്. അങ്ങനെ സെന്റർ ബാക്ക് ഓപ്ഷൻസ് ഇല്ല. ഗ്രാവൻബർച്ച് തന്നെ കളിച്ചാവണം, വേറെ ഓപ്ഷൻസ് ഇല്ല. എന്തായാലും ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ പോകും. അതായത് സ്ലോട്ട് അൺലെസ് വി ലൂസ് 4 or 5 നമ്മളെ നവംബർ ഒക്ടോബർ പോലെ തോറ്റു കഴിഞ്ഞാൽ പോവും എന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഈ സീസൺ അയാളെ പുറത്താക്കുന്നത്. സോ വാട്ട് ഈസ് ദ റിയലിസ്റ്റിക് ആഗ്രഹമല്ല, ആഗ്രഹം ടോപ്പ് 4 ആണ്. പക്ഷെ ഒരു റിയലിസ്റ്റിക് ചാൻസസ് ഓഫ് ടോപ്പ് 4 ദിസ് സീസൺ ഇങ്ങനെ ഈ പോക്ക് പോവാണെങ്കിൽ ഇല്ല, ഉറപ്പാണ്. ഇമാതിരി കളിയാണെന്ന് പറഞ്ഞാൽ നമ്മള് 6, 7, 8 ഇതായിരിക്കും നമ്മുടെ പൊസിഷൻ. വരുന്ന മാച്ചസ് മൊത്തം ടഫ് മാച്ചസ് ആണ്. ആൻഡ് സ്ലോട്ട് ആദ്യം പറഞ്ഞു സ്ക്വാഡ് ഉണ്ട് പറഞ്ഞിട്ട് ഇപ്പൊ സ്ക്വാഡ് ഇല്ല എന്നാ പറയണേ. ആൾക്ക് മനസ്സിലായി ആളുടെ പണി പോയി എന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ തുറന്നടിക്കുന്നത്. അതായത് ആഞ്ഞടിക്കുന്നില്ല, വെറുതെ ജസ്റ്റ് ഓരോരോ കെട്ടായിട്ട് ഇങ്ങനെ റിലീസ് ചെയ്ത് വിടുന്നുണ്ട്. പഴയതുപോലെ PSG-യുടെ കാര്യങ്ങളും ഈ ചാമ്പ്യൻസ് ലീഗ് മാച്ചസിൽ പറഞ്ഞിട്ടുണ്ട്. പറയുന്നുണ്ടല്ലോ PSG മാച്ച്. അതെ, അത് വേറൊരു കാര്യമാണ്. അങ്ങനെ പറയണെന്ന് വെച്ചാൽ പ്ലേയേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്ലേയേഴ്സിന്റെ ചില മാനേജേഴ്സ് ഉണ്ട്, അവര് പ്ലേയേഴ്സിനെ കുറ്റം പറഞ്ഞ പ്ലേയേഴ്സിനെ അങ്ങനെ അവരുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് തൂക്കും. പക്ഷെ നമ്മൾ മാച്ച് തോറ്റാലും അല്ലെങ്കിൽ ഡ്രോ ആവണ ആ സമയത്തും പ്ലേയേഴ്സിനെ ഫാൻസ് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഡിഫ്ലക്ഷന് വേണ്ടി PSG-യുടെ കാര്യമൊക്കെ വെറുതെ പറയണതാണ്, മനഃപൂർവ്വം പറയണതാണ്. പക്ഷെ ഫാൻസിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്, പേടിക്കണ്ട. അതില് ഒരു കുഴപ്പമില്ല. ഫാൻസിനെ ഒരു പ്രഷറിൽ നന്നായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഫാൻസിന്റെ സപ്പോർട്ട് നിങ്ങളെ നമ്മുടെ പെർഫോമൻസിന് ഇതാവുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 30 കൊല്ലത്തിൽ 2 അടിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഈ സീസണിലെ എക്സ്പെക്ടേഷൻ എനിക്ക് അറിയാവുന്ന പറഞ്ഞു. സിമ്പിൾ, വാസ്തവാണല്ലോ പറഞ്ഞത്, വാസ്തവമാണ്. അങ്ങനെ പറയേണ്ട കാര്യം ഇല്ല. എനിവേ, ഞാൻ നേരത്തെ പറഞ്ഞതിനോടാണ് എന്താണ് ഈ സീസണിലെ എക്സ്പെക്ടേഷൻ എന്ന് വെച്ച് ഇപ്പൊ ടോപ്പ് 4 കിട്ടില്ല എന്നുള്ള സംശയം പറഞ്ഞല്ലോ. ഞാൻ പറയുന്നത് ടോപ്പ് 3 കിട്ടുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ടോപ്പ് 3 നമ്മൾ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അത് മറ്റ് നമ്മൾ ക്വാളിറ്റി, ലീഗിന്റെ ക്വാളിറ്റി നമ്മൾ കണ്ടതാണല്ലോ. ലീഗിന്റെ ക്വാളിറ്റിയില് നമ്മളിപ്പോ ടോപ്പ് 4-ലേക്ക് കയറി എന്ന് പറഞ്ഞ ടീം ഇനി അടുത്ത മാച്ചുകളിലൊക്കെ അവര് തോറ്റ് താഴ്ത്തേക്ക് ഇറങ്ങി വരും. നമ്മളെന്തായാലും കയറി വരിക തന്നെയുള്ളൂ. വില്ല അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ഇനി അങ്ങനെ പറ്റുന്ന തോന്നില്ല. വില്ല താഴ്ത്തേക്ക് വരും, നമ്മള് മുകളിലേക്ക് ഒന്നുകൂടി കയറാനുള്ള സാധ്യത തന്നെയാണ് നോക്കിക്കോളൂ. നമ്മുടെ പെർഫോമൻസ് നമ്മളിപ്പോ ഈ 1-off റിസൾട്ട് ആയിരുന്നു. ഈ ബേൺലി മാച്ച് ആയാലും ബേൺമത്ത് മാച്ച് ആയാലും ഒരു 1-off റിസൾട്ട്. നമ്മൾ നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്, നല്ല പെർഫോമൻസ്. 2 മാച്ച് എങ്ങനെ 1-off ആവുക? എത്ര 1-off ഉള്ളത്? സമയത്താണ്. എനിക്കൊരു കാര്യം പറയണ്ട. നമ്മുടെ ഈ അൺബീറ്റൻ റണ്ണൻസ് എന്ന് പറയുമ്പോഴേ നമ്മൾ എല്ലാ കളിയും ഇങ്ങനെ വീരപതാക ഉയർത്തി നടന്നൊന്നും അല്ല. ഡ്രോ ആണ്, തപ്പി ഡ്രോ പിടിച്ച് വന്നതാണ്. അല്ലാതെ
അൺബീറ്റൺ റൺ എന്ന് പറയാനൊന്നുമില്ല. ഇപ്പൊ നമ്മളാവട്ടെ അങ്ങനെ ഇപ്പൊ നമ്മള് ബാക്കിയുള്ളവർ തോൽക്കുന്നു, ലീഗിന്റെ ക്വാളിറ്റി പോകുന്നു. ഇപ്പൊ അവന്മാരൊക്കെ ജയിച്ചു തുടങ്ങി. നമ്മൾ ഇപ്പോഴും അതേ സ്ഥലത്ത് തന്നെ നമ്മൾ നിൽക്കുന്നത്. മാഞ്ചസ്റ്റർ ജയിക്കുന്നു, വെസ്റ്റ് ഹാം ചെൽസി ജയിക്കുന്നു, ജയിച്ചു. അതാ ചെൽസി പറയുന്നത്. ഞാൻ ജയിക്കുന്നു. ആ നമുക്ക് നമ്മള് തോൽക്കുന്നു. പോസിറ്റീവ് കാര്യങ്ങൾ സംസാരിക്കാം. അതായത് മൈക്കിൾ കാരിക്കിന്റെ യുണൈറ്റഡ്, അതിനെ കുറിച്ച് സംസാരിക്കാം. ആർസണൽ അല്ലെ ടൈറ്റിൽ ഒരു കാര്യം കൂടെ പറയണ്ട. ആസ്റ്റൺ വില്ലയുടെ റണ്ണ് തീർന്നു എന്നൊക്കെ പറയുമ്പോ അവന്മാര് ഒരു സ്ട്രൈക്കറെ മേടിച്ചിട്ടുണ്ട്, ഒരു മിഡ്ഫീൽഡറെ മേടിച്ചിട്ടുണ്ട്. അവന്മാർക്ക് ആകെ എല്ലാരും എവിടെ നിന്നൊക്കെയാ സ്കോർ ചെയ്യും. ബുവൻഡിയെ കുറെ കാലമായിട്ട് ആസ്റ്റൺ വില്ല തന്നെ ഉണ്ട്. അവനൊക്കെയാ ഗോൾ അടിക്കുന്നത്. സോ അവന്മാര് തോറ്റിട്ട് നമ്മൾ മേലെ വരുന്നു ആലോചിക്കണ്ട, അതിന് നമ്മൾ ജയിക്കണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവര് പുതിയ പ്ലേയേഴ്സിനെ കൊണ്ട് അവരുടെ ബാലൻസ് മുഴുവനും പോകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അവിടെ മര്യാദക്ക് പണി അറിയുന്ന ഒരു കോച്ച് ഉണ്ട്, ഉനയമറി. അവരെ കിട്ടിയ കൊള്ളാന്ന് പറഞ്ഞ ഫാൻസ് നമ്മുടെ നടുവിലുണ്ട്. ആർസണൽ യുണൈറ്റഡ് മാച്ചിനെ കുറിച്ച് സംസാരിക്കാം, അതായിരിക്കും നല്ലത്. എന്താണ് വാട്ട് ഡു യു മേക്ക് ഓഫ് മൈക്കിൾ കാരിക്? അതായത് എനിക്ക് എന്താ അറിയോ, ഒരുപാട് ബുദ്ധി കൂടിയ മാനേജേഴ്സിന്റെ ഇടയിൽ ഒരാള് കളി വന്നിട്ട് വളരെ സിമ്പിളായി 2 വൈഡ് ഫോർവേഡ്, 2 വിങ് ഫുൾ ബാക്സ്, അറ്റാക്കിംഗ് ഫുൾ ബാക്സ്, 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ്, ഒരു നല്ല നമ്പർ 10, 2 വിങ്ങേഴ്സ്, ഒരു ഫോർവേഡ്. എന്ത് രസമുണ്ട് കാണാൻ. ഈ ഇൻവെർട്ടഡ് ഫുൾ ബാക്ക് മാറ്റേത് തേങ്ങ മറിച്ച് ഒന്നുമില്ല. ബട്ട് ഇതിനൊരു പ്രശ്നം എന്താ വെച്ചാൽ 2008-9 പ്രീമിയർ ലീഗ് ഉണ്ടായിരുന്ന ആ ലെവല് കളിയായിരുന്നു. അടിപൊളിയായിരുന്നു കളി. അതാ പറയുന്നത്. സോ മൈനൂന് ഒരു കുഴപ്പമില്ല, മൈനൂന്റെ ബാക്കിന് പ്രശ്നമില്ല, കസമീറോന് ഒരു പ്രശ്നമില്ല, ബ്രൂണോ അവിടെ ഓക്കെയാണ്, കുഞ്ഞ വന്നു ഗോളടിച്ചു, എംബെമോ ഗോളടിക്കുന്നു, സെസ്കോ വരുന്നു ഗോളടിക്കുന്നു. ഓൾ ഇൻ ഓൾ യുണൈറ്റഡ് വെർ എക്സലന്റ്, വേൾഡ് ക്ലാസ് ഗോൾസ് ആയിരുന്നു മാച്ചിൽ. ഒരു രക്ഷയില്ലാത്ത ഗോൾസ് ആയിരുന്നു. എന്നിരുന്നാലും വി ഷുഡ് ടോക്ക് അബൌട്ട് ആർസണൽ. അതായത് ഒരു ലീഗ് വിന്നിംഗ് ടീമിന്റെ ഒരു ഇതല്ല കണ്ടത് അല്ലെ. ഒരു 2-2 ആയ ശേഷം യൂഷ്വലി ലീഗ് വിന്നിംഗ് ടീംസ് go ahead and win the game or hold on to a draw. ഒരു ജിറ്റേഴ്സ് ഫീൽ ചെയ്തു എനിക്ക്. എന്താ തോന്നുന്നത്? ആർസണൽ ആക്ച്വലി 2-2 ആയിട്ട് എന്നുള്ളതല്ല, അതിന് മുന്നേ whenever they concede ഫസ്റ്റ്, ഇപ്പൊ ഡോർഗോന്റെ ഫസ്റ്റ് ഗോൾ കൺസിഡർ ചെയ്യും, അവർ എൻറ്റയർലി ഡൗൺ ആയിട്ടാണ്. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ടല്ലോ, VD ആയാലും എല്ലാവരും ആയാലും ഈ സീസണിൽ നമ്മൾ മെന്റാലിറ്റി ഡൗൺ ആണല്ലോ. whenever we concede one, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ആ ഒരവസ്ഥയിലേക്ക് ആർസണലിനെ ഈ സീസണിൽ ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 കളിയായിട്ട് കാണുന്നുണ്ട്. അവർക്ക് തന്നെ ദിസ് ഷുഡ് ബി ദെയർ റൺ അവേ ലീഗ്. സിറ്റി, നമ്മളും സിറ്റി ആയാലും ചെൽസി ആയാലും യുണൈറ്റഡ് ആയാലും എല്ലാവരും ഈക്വലി സ്ട്രഗ്ലിംഗ് ആണ് ഈ സീസണിൽ. അപ്പൊ ആർസണൽ ഈ ബൈ ദിസ് ടൈം ദേ ഷുഡ് ഹാവ് ബീൻ ലൈക്ക് വാട്ട് വി ഡിഡ് ലാസ്റ്റ് സീസൺ. നമുക്കൊരു ക്ലിയർ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. നമുക്ക് ലാസ്റ്റ് നമ്മൾ ഡിപ്പ് വന്നപ്പോൾ പോലും നമുക്ക് ഈ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിലുള്ള അഡ്വാൻറ്റേജ് അത് മതിയായിരുന്നു മുന്നോട്ടേക്ക് പോകാൻ. ആ ഒരു പീക്കിൽ എത്തേണ്ട സമയത്താണ് ആർസണൽ ദേ ആർ ദെംസെൽഫ് ക്രിയേറ്റിംഗ് പ്രഷർ. കഴിഞ്ഞപ്പോ ഇത് യുണൈറ്റഡിന്റെ കൂടെ പിന്നെയും ഒരു പരിധി വരെ നമുക്ക് പറയാ, എന്താ പറയാ, യുണൈറ്റഡ് ഇസ് റിസർജന്റ് വേർഷൻ ഓഫ് ഇറ്റ്. ആ ബ്രൂണോന് ഫ്രീ റോൾ കൊടുത്തപ്പോഴത്തേക്കിന് എൻറ്റയർ ടീം ചേഞ്ച്ഡ്. അത് ഒരു പരിധി. പക്ഷെ അതിന് മുന്നേയും 2-3 കളി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർസണൽ ഹാസ് ബീൻ ഡ്രോയിങ് ഗെയിംസ്. ഒരു ആവശ്യം ഉണ്ടായിരുന്നു വലിയ എന്താ പറയുക, വലിയ ഹൈ പ്രഷർ സിറ്റുവേഷൻസ് ഒന്നുമല്ല. ദേ ആർ ജസ്റ്റ് ഡ്രോയിങ് ഓൾ ദ ഗെയിംസ്. ആര് എക്സ്റ്റേണൽ പ്രഷറിനെക്കാട്ടി കൂടുതൽ ഇന്റേണൽ പ്രഷർ വരുന്നുണ്ട്. ഇതില് ഒരു ബിഗ് ഫാക്ടർ ആക്ച്വലി ആർട്ടേറ്റ തന്നെയാണ്. കൂടുതൽ ഇങ്ങനെ വരുന്തോറും ഹി ഈസ് ട്രൈയിങ് ടു ഓവർ തിങ്ക് തിങ്സ്. പിന്നെ ഇവരെ സെറ്റ് പീസ് ആ ഫസ്റ്റത്തെ ഗോൾ സെറ്റ് പീസ് അവർ ലീഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് അവർ കളി ജയിക്കുന്നുള്ളത്. അത് അവർ അടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദേ ആർ സ്റ്റിൽ ഡ്രോപ്പിംഗ് പോയിന്റ്സ്. കഴിഞ്ഞ കളിയിൽ ഡോർഗോ ആണ് ഫസ്റ്റ് അടിച്ചത്. സോ ബേസിക്കലി ആർസണൽ ഡിഡ്ന്റ് ഓപ്പൺ ദ ഗെയിം വിത്ത് സെറ്റ് പീസ്. അതിന്റെ മുന്നത്തെ 2 കളി ഡ്രോ ആയതും ദേ ഡിഡ്ന്റ് സ്കോർ എ സെറ്റ് പീസ്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു കാര്യം ആഡ് ചെയ്യാം. ഇപ്പൊ ആർസണലിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, ആർസണൽ മാച്ച് കാണുമ്പോൾ നമുക്ക് ഏറ്റവും
ഗോൾ അടിക്കാൻ ചാൻസ് ഉള്ള പ്ലെയർ ആരായിരിക്കും എന്നാണ് ഫീൽ ചെയ്യണേ. ഗബ്രിയൽ ഈ സീസണില് ഗബ്രിയലാണ്. അതാണ് ഒരു ലീഗ് ജയിക്കുന്ന ഒരു ടീമിന്റെ ഏറ്റവും ഗോൾ ത്രെറ്റ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അവരുടെ സെന്റർ ബാക്ക് ആയി മാറുക. അവരുടെ ഫ്രണ്ട് ഫോർ പ്ലേയേഴ്സിന്റെ കാര്യം ആരും പറയുന്നില്ല. ഇപ്പൊ സാക്ക എത്ര ഓപ്പൺ പ്ലേന്ന് ഗോള് അടിക്കുന്നത് തന്നെ വളരെ കുറവ്. അപ്പൊ അങ്ങനെ ഒരു അവരുടെ ഫ്രണ്ട് ഫോറിന് ഒരു അങ്ങനെ ഒരു ത്രെറ്റേ ഫീൽ ചെയ്യുന്നില്ല. ആകെയുള്ളവരുടെ ഒരു സാധനം ഈ സെറ്റ് പീസില് റൈസ് എടുക്കുന്ന അല്ലെങ്കിൽ സാക്ക് എടുക്കുന്ന കോർണറും അവരെടുക്കുന്ന ഫ്രീ കിക്ക് ഇവര് ബോക്സിൽ ടൈറ്റ് ചെയ്ത് ഗബ്രിയല് ഗോൾ അടിക്കാൻ ഗബ്രിയലിനെ അതൊന്ന് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഴ്സണൽ അവിടെ പ്രശ്നമായി. ആഴ്സണൽ അത് എത്ര കാലം അവർക്ക് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? എല്ലാ ടീമുകളും ഇവരെ സെറ്റ് പീസ് റൂട്ടീനൊക്കെ പഠിക്കുകയല്ലേ. അതൊരു ത്രെറ്റാണ്. എന്നാലും ഓൾമോസ്റ്റ് പകുതി ആയിട്ടേ ഉള്ളൂ. ഇനി ചാമ്പ്യൻസ് ലീഗ് മാച്ചസും കൂടി വരുമ്പോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. എന്താവും നോക്കാം. എന്നാലും ഞാൻ പറയാണ് ഇത്തവണത്തെ ലീഗിന്റെ ക്വാളിറ്റി വെച്ചിട്ട് അവര് ടൈറ്റില് ജയിക്കാൻ തന്നെയാണ് ചാൻസ്. സിറ്റി അങ്ങനെ കൺസിസ്റ്റന്റ് ഒന്നും അല്ല. ആഴ്സണല് തന്നെയാണ് ഇപ്പോഴും ടൈറ്റിൽ. ഇനി സെമന്യവും ഗെഹി വന്നതിന്റെ ഇമ്പാക്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം. അവിടെയാണ് സിറ്റിന്റെ ഒരു സാധനം. എന്റെ ഒരു ഇതെന്ന് വെച്ചാൽ സിറ്റി ക്യാൻ ഗോ ഓൺ എ 10 മാച്ച് വിൻ റൺ. അവർ ജയിച്ചു പോകും. അത് വന്നു കഴിഞ്ഞാൽ ആഴ്സണൽ വിൽ സ്ട്രഗിൾ. അതർവൈസ് സിറ്റി ഇതേപോലെ പോക്കുകയാണെങ്കിൽ ആഴ്സണൽ വിൽ റീച്ച് അഗെയിൻ. ആസ്റ്റൺ വില്ല ഇസ് ഓൺലി 4 points ഓഫ്. നമ്മളവരെ തീരെ ഡിസ്കൗണ്ട് ചെയ്യുന്നതും തെറ്റാണ്. എനിവേ വി വിൽ ടോക്ക് അബൌട്ട് കാരബാഗ് ഗെയിം. കാര്യമായിട്ട് പറയാൻ ഒന്നുമില്ല. ആര് കളിക്കും എന്നുള്ളത് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. അതിലും ഡൗട്ടില്ല. എന്ത് നോക്കാനുള്ളത്? ഫ്രിംപോങ് കളിക്കോ? വേറെ ആര് കളിക്കും? വേറെ ആരുമില്ല. അപ്പൊ ഫ്രിംപോങ്, ഗ്രാവൻബർച്ച്, വാൻഡൈക്ക്, റോബർട്ട്സൺ. ഇപ്പുറത്ത് പ്രോബബ്ലി കേർട്ടിസ്, സൊബോസ്ലൈ, മെക്കാലിസ്റ്റർ, സല, ഗാക്പോ, ആകെയുള്ള ഓപ്ഷൻ എന്താണല്ലേ? വേർഡ്സ് വേഴ്സസ് ഗാക്പോ. ആർക്ക് റെസ്റ്റ് വേണം? എനിക്ക് വേർഡ്സിനെ റെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതെ മതി. ഗാക്പോ ആണെങ്കിൽ ഗാക്പോ കളിക്കട്ടെ. എന്താ മെക്കാലിസ്റ്ററിന്റെ മേലെ കളിപ്പിച്ചാൽ മതി. അതല്ല ഓപ്ഷൻ ഉള്ള ഒരു ടീം എന്ന് പറയാൻ മാത്രം എന്താ തലവേദന വരാൻ മാത്രം ഓപ്ഷൻ ഇല്ലല്ലോ. എങ്ങനെയാണ് ഇങ്ങനെ ആര് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആട്ടോ. ഇത്രയും ത്രെഡ് ബെയർ. അവിടെയാണ് നേരത്തെ ഈ റെക്കോർഡിങ്ങിന് മുമ്പ് ഞാനും ഗണേശനും സംസാരിച്ചോണ്ടിരുന്നത്. അതായത് സ്ലോട്ടിനെ സാക്ക് ചെയ്താലും സ്ലോട്ടിനെ അപ്പോയിന്റ് ചെയ്തവരും ഇത് ഈ ഒരു സ്ക്വാഡ് ഇങ്ങനെ ഒരു അവസ്ഥയിലായതിനുള്ള കാരണവും അവിടെ കിടപ്പുണ്ട്. ഈ എഡ്വേർഡ്സും ഹ്യൂസും ദേ ഡൺ ഗ്രേറ്റ് തിങ്സ് ഫോർ ദ ക്ലബ്. അറ്റ് ദ സെയിം ടൈം ഒരിക്കലും നമുക്ക് FSGയുടെ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അവർ പൈസ ഇറക്കിയിട്ടുണ്ട്. അവര് പറഞ്ഞിട്ടില്ല നിങ്ങളോട് 125 മില്യൺ വേർഡ്സിനും 150 മില്യൺ 130 മില്യൺ ഇസാക്കിനും. അവർക്ക് 30 മില്യന്റെ 5 പ്ലേയേഴ്സിനെ വാങ്ങിയ അവർ ഹാപ്പിയാ. അവർക്ക് എന്ത് വ്യത്യാസം? സോ വേർ ഡിഡ് ഇറ്റ് ഗോ റോങ്? FSGനെ കുറ്റം പറയാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇവരെ അപ്പോയിന്റ് ചെയ്തതിനാ. പക്ഷെ അതായത് ഇതിന്റെ നമ്മൾ ലീഗ് ജയിച്ചപ്പോ പറഞ്ഞു, അതായത് ഇതിന് സ്ലോട്ടിന്റെ മാത്രമല്ല ക്ലോപ്പിനും പ്ലേയേഴ്സിനും അതിനുള്ള റൈറ്റ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ സീസൺ ഇങ്ങനെ ആവാനുള്ള ഒരു കാരണം ഒരു 50% സ്ലോട്ട് ആണെങ്കിൽ ഒരു 25% പ്ലേയേഴ്സും ഒരു 25% അല്ല ആക്ച്വലി ഒരു 40 to 30% ഇവരെ ഈ സ്ക്വാഡിന്റെ മേക്കപ്പ് തന്നെയാണ്. സ്ലോട്ട് ആദ്യം തൊട്ടേ പറയുന്നുണ്ട് ലെഫ്റ്റ് വിങ്ങേഴ്സ് ഇല്ല ബട്ട് സ്റ്റിൽ. എന്നിട്ട് പുള്ളി റിയോനെ കളിപ്പിക്കുന്നില്ല, കിയേസനെ കളിപ്പിക്കുന്നില്ല. കിയേസ കളിക്കായിരിക്കുന്ന ആളെ പറയാൻ പറ്റില്ല. ഈ റിയോനെ കളിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥം? ഇപ്പൊ കഴിഞ്ഞ മാച്ചിലൊക്കെ റിയോ സബായിട്ട് വരുന്നുണ്ടല്ലോ. റിയോനെ കളിപ്പിക്കുന്നുണ്ട്. വേറെ ആരും ഇല്ലാത്തോണ്ടാണ്. ഇല്ലെങ്കിൽ റിയോ അക്കാഡമി മാത്രമേ കളിക്കുള്ളൂ. സബ് ഇറക്കണം എന്നുള്ള ഗതികേട് വരുന്നോണ്ടല്ലേ. റിയോനെ കളിപ്പിക്കാത്തതിന്റെ ഒരു കാരണം നമ്മുടെ ഡാൻസിന് ഈ ഇതേ പ്രായത്തില് ഒരുപാട് കളിപ്പിച്ച് ഡാൻസിന് സ്ഥിരമായിട്ട് ഇഞ്ചുറിയും ഹാംസ്ട്രിങ് പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പൊ അത് കണ്ടിട്ടാണ് റിയോന്റെ മിനിറ്റ്സ് മാനേജ് ചെയ്യുന്നതാണ്.
അങ്ങനെയാണ് അത് റിയോ ഫ്ലോപ്പ് കളിക്കാറ്. അല്ലേ, ഇത് സ്ലോട്ട് അല്ലേ? അതൊക്കെ പണ്ട് കൊറേ ആയില്ലേ ഇതൊക്കെ. ഇല്ല, ആരായാലും ഇഞ്ചറി ആവുന്ന പറഞ്ഞ് ഇതിപ്പോ സാധനം മൊബൈൽ മേടിച്ചു, ഐഫോൺ മേടിച്ചു, കേടുവരും എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാതെ തിരിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? ഉപയോഗിച്ചാലേ അറിയുള്ളൂ. ആരായാലും ഇപ്പൊ സ്ലോട്ട് ആയാലും ഫ്ലോപ്പ് ആയാലും ശരി, ഈ പ്ലേയേഴ്സ് ആ ഏജിലുള്ള പ്ലേയേഴ്സ് ആണല്ലോ ഇത്രയും കളി കളിക്കുന്നത്. ഓവർ സ്ട്രെയിൻ എടുത്തിട്ട് പ്ലെയർ ആയിരുന്നപ്പോ നമ്മുടെ അടുത്തായിരുന്നില്ലല്ലോ, നമുക്കറിയില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. നമ്മളുള്ള സമയത്ത് ഓബിന്റെ ലാഗ് ഉണ്ടോ അതോ എനിക്ക് എന്റെ പ്രശ്നമാണോ? ചെറിയ ലാഗ് ഉണ്ടാവണ്ടേ? ചെറുതുണ്ടാവും, കുഴപ്പമില്ല. എനിവേ നമ്മുടെ ലൈനപ്പില് വേറൊന്നും പറഞ്ഞ ചെയ്യാനില്ല, ഇവരൊക്കെ തന്നെ കളിക്കണം. പിന്നെ ആകെയുള്ള 11 പേരെ ഇറക്കിയിട്ട് ബാക്കിയുള്ളവരൊക്കെ ബെഞ്ചില്, ഉള്ള ആൾക്കാരൊക്കെ ബെഞ്ചില്, അത്രേ ഉള്ളൂ. റോബർട്ട്സൺ അല്ല, ഐ തിങ്ക് ടോപ്പ് 8 കിട്ടും. ടോപ്പ് 8 നമ്മൾ ഫിനിഷ് അതുകൊണ്ട് അവന് അത്രയും ഡ്രാസ്റ്റിക് ആയിട്ട് മറ്റു റിസൾട്ട്സ് വന്നു കഴിഞ്ഞാലേ നമ്മള് ഔട്ട് ആവുള്ളൂ, തോറ്റു കഴിഞ്ഞാലും. ഐ തിങ്ക് നിയോനി ചിലപ്പോ കളിക്കാൻ ചാൻസ് ഉണ്ട്. നിയോനി കളിക്കട്ടെ. ബാക്കി അണ്ടർ 21 കളിച്ചിട്ടുണ്ട്, അണ്ടർ 21 കളിച്ചിട്ടുണ്ട് ലീഡ്സിന്റെ കൂടെ. എങ്കുമോഹ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ കേറി. നിയോണി എപ്പോഴാ കയറിയെന്ന് അറിഞ്ഞില്ല, ഞാൻ അതുവരെ കണ്ടുള്ളൂ, ഫസ്റ്റ് ഹാഫ് മാത്രമേ കണ്ടുള്ളൂ. എങ്കുമോഹ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ കയറി, നിയോണി എപ്പോഴാ കയറിയെന്ന് അറിയില്ല. അല്ലെങ്കിൽ റൈറ്റ് ബാക്ക് കളിക്കുകയും പിന്നെ കുറെ കഴിഞ്ഞിട്ട് അപ്പൊ നിയോനി മിഡ്ഫീൽഡിലുണ്ടല്ലോ, കുറച്ചു നേരം കളിപ്പിച്ച് അവിടെ ഫ്രിംപോങ്ങിനെ കൊണ്ടുവരാം, അതാണ് ഉദ്ദേശിച്ചത്. അയാള് സൊബോസ്ലൈ കുറച്ചു നേരം കളിച്ചാലേ സ്ലോട്ടിന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. വേറൊരു കാര്യം കൂടി, നിങ്ങള് ഒരു മാച്ചിന്റെ കാര്യത്തിൽ നമ്മൾ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു, ഒരു പോസിറ്റീവായിട്ട് നമുക്ക് ഈ സീസണിലെ ഏറ്റവും പ്രശ്നങ്ങളുള്ള ഒരു കാര്യമായിരുന്നു, അത് വിട്ടുപോയി. ഇപ്പൊ ഇതിൽ പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നു, സൊബോസ്ലൈയുടെ കാര്യം പറഞ്ഞപ്പോ. നമ്മള് ഈ മാച്ചില് 2 സെറ്റ് പീസ് ഗോൾ അടിച്ചു, അതുപോലെ കോർണറിൽ നിന്ന് ഗോൾ അടിച്ചു, അതുപോലെ ഒരു സെറ്റ് പീസ് നല്ല രസമുള്ള ഒരു ഫ്രീ കിക്കും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ നമ്മളങ്ങനെ സെറ്റ് പീസ് സ്ലോട്ട് ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങി എന്നുള്ള ഒരു കാര്യം കൂടി അതിൽ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും സെറ്റ് പീസ് കോച്ച് ഇല്ലെങ്കിൽ സ്ലോട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ളത് നമുക്ക് മനസ്സിലായി. കൺസീഡ് പറയണം, അടിക്കുന്നത് മാത്രം കുറെ മാച്ചിന് ശേഷം ഗോൾ കൺസീഡ് ചെയ്തു സെറ്റ് പീസ്, ശരിയാണ്. ഒരുപാട് മാച്ചുകൾക്ക് ശേഷം കൺസീഡ് ചെയ്തു. അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ഗ്രൂപ്പ് ഗെയിംസ് ആണ്, എല്ലാ മാച്ചും ഒരുമിച്ചാണ്. ഏതെങ്കിലും ക്ലബ്, ഐ തിങ്ക് ഓൺലി ചെൽസി അല്ല സിറ്റി മാത്രമേ ഉള്ളൂ ഇപ്പം ടോപ്പ് 8 പുറത്ത് അല്ലെ. ആൻഡ് ദേ ആർ പ്ലേയിങ് അറ്റ് ഹോം അഗെയിൻസ്റ്റ് ഗാലറ്റാസറേ. എങ്ങനെ വന്നാലും ഐ തിങ്ക് ഏതാ നല്ല മാച്ച് ആയിരിക്കും. പക്ഷെ അവയാണ് ഹോമാണെങ്കിൽ നല്ല മാച്ച്, ഹോമാണെങ്കിൽ നല്ല മാച്ചാണ്, രണ്ട് നല്ല ടീമാണ്. എക്സൈറ്റിംഗ് ഡേ ആയിരിക്കും. നമ്മള് മാച്ച് കണ്ടുകൊണ്ടിരിക്കണു, ടിവിയിൽ ഒരെണ്ണം, ഫോണിൽ ഒരെണ്ണം, ടാബിൽ ഒരെണ്ണം, അങ്ങനെ പല മാച്ച് ഒരേ സമയം അല്ല. പക്ഷെ ലാസ്റ്റ് ടൈം ഉണ്ടല്ലോ സിറ്റി ഒക്കെ ഔട്ട് ഓഫ് ടോപ്പ് 24 ആയിരുന്നു തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണ്. അതെ, രസമായിരിക്കും. അപ്പൊ നമുക്ക് ലൈവായിട്ട് നമുക്ക് കാണാം. PSG also were the risk. അങ്ങനെയില്ല, നല്ല ഗെയിംസ്. അല്ല, ഇതില് എക്സൈറ്റിംഗ് അതല്ല, ഈ ടോപ്പ് 8 ആര് ഫിനിഷ് ചെയ്യണമെന്ന് ഒരു കാര്യം, രണ്ട് ആരെയാണ് അടുത്ത റൗണ്ടിൽ ഫേസ് ചെയ്യുക എന്നുള്ളതും കൂടി ഇതിൽ അറിയാൻ പറ്റും. അതങ്ങ് ഭയങ്കര എക്സൈറ്റിംഗ്. ഓരോ മിനിറ്റും കഴിയുമ്പോഴും ഇതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് ആരെ ഫേസ് ചെയ്യാം. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. നമ്മൾ ഫോണില് അതും കൂടി റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ കാണുക, ഭയങ്കര രസമായിരിക്കും. ഓരോ ആരെയാണ് നമ്മൾ ഫേസ് ചെയ്യുക എന്നുള്ളതൊക്കെ അറിയാൻ പോകുന്നത്. എനിവേ നല്ല എക്സൈറ്റിംഗ് ഒരു നൈറ്റ് ആയിരിക്കും ചാമ്പ്യൻസ് ലീഗിന്റെ. ഒരേ സമയം കുറെ കളികളും കാണാം. ഈ സീസണിൽ എന്തെങ്കിലും എക്സൈറ്റ്മെന്റ് വേണ്ടല്ലേ?
ഫുൾ എക്സൈറ്റ്മെന്റ്, എനിക്ക് ഫുൾ എക്സൈറ്റ്മെന്റ് ആ സീസണിൽ. നമ്മുടെ എല്ലാ 90 മിനിറ്റ്സും എക്സൈറ്റിംഗ് ആണ്. അത് നമ്മൾ കൺസീഡ് ചെയ്ത് നിൽക്കുമ്പോഴായാലും ശരി, നമ്മൾ ലീഡ് ചെയ്ത് നിൽക്കുമ്പോഴായാലും ശരി, എല്ലാം 4 ദിവസം ഉണ്ട് ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്കാൻ. വല്ലതും നടക്കുവോ? ഇല്ല. ട്രാൻസ്ഫർ ആകെ ആരെങ്കിലും നടന്ന് പോയി അടയ്ക്കുന്ന ആളത് അടയ്ക്കും, വേറെ ഒന്നും നടക്കില്ല. വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും നടക്കുവോ? മറ്റേറ്റ പോകുന്നു പറയുന്നുണ്ട്. അതെ അതെ, മറ്റേ ടു ഫോറസ്റ്റ് 40 മില്യൺ കൊടുത്താ പോകുന്ന പറഞ്ഞിരിക്കണേ. 40. അത് ഒരു ഡെഡ് ലൈൻ ഡേ ആവുമ്പോഴേക്കും സെറ്റ് ആവും ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ. അപ്പൊ ക്രിസ്റ്റൽ പാലസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഗ്ലാസ്നർ പോവും, എല്ലാം റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ആയിരിക്കും പ്രോജക്ട്. പുതിയൊരാളെ വെച്ചിട്ട് അവരങ്ങനത്തെ ഇതാണ്, അവര് യങ് പ്ലേയേഴ്സിനെ വീണ്ടും കൊണ്ടുവന്ന് അങ്ങനെ അവരുടെ ഒരു അവർക്ക് രീതി സമ്മറിൽ അങ്ങനെയാണ്. എന്തായാലും വാർട്ടം പോവും. അവിടെ ഒരു 130-120 മില്യൺ കിട്ടും. അതെ, അവരൊരു റീബിൽഡ് ആണ്. സെല്ലിംഗ് ക്ലബായി തുടങ്ങിയില്ലേ? സെല്ലിംഗ് ക്ലബായി. സെല്ലിംഗ് ക്ലബ്ബാണ് അവര്, സെല്ലിംഗ് ക്ലബ്ബാണ് ക്രിസ്റ്റൽ പാലസ്. അല്ല, സെല്ലിംഗ് ക്ലബ്ബാണ്. എന്നാലും അവർക്ക് ശരിക്കും അല്ല, ഏകദേശം മുമ്പ് 200-250 അയച്ചിട്ടുണ്ട്. പക്ഷെ അമ്മാതിരി സെയിലൊന്നും നടത്തിയിട്ടില്ല. ഇതിപ്പോ വിറ്റൊഴിവ് പോലെയല്ലേ. നമ്മള് എസ്എ പോയി, ഇതിപ്പോ ഗേഹി പോയി, വാർക്കിൻ പോവും, ഗേഹി പോവും, മെറ്റേറ്റ. ഈ 5 മെറ്റേറ്റ. പ്ലേയേഴ്സിന്റെ പൈസ ഏകദേശം 350 മില്യൺ ഉണ്ടാവും. അവര് ഇവന്മാരൊക്കെ കണ്ടിട്ട് ബാക്കി ആർക്കും പോവാൻ തോന്നിയ അതും പോവും. സാറുണ്ട്, കെരനിപ്പീനും ഉണ്ട്. പിന്നെ മറ്റേ അവന്റെ പേരെന്താ, ലെഫ്റ്റ് ബാക്ക് അല്ല റൈറ്റ് ബാക്ക്, മുനിയോസ്. അവനും പോവാൻ സാധ്യതയുണ്ട്. ലക്രോ വരെ പോവാൻ സാധ്യത. കുറെ പേര് നോക്കി നിൽക്കുന്നുണ്ട്. പുതിയ മാനേജറും വരും. അതാ പറയുന്നത്, പുതിയ മാനേജർ വരുമ്പോ ഒരു മൊത്തം പ്രോജക്ട് റീസ്റ്റാർട്ടുള്ള പ്ലാൻ ആയിരിക്കും. അങ്ങനെ കുറച്ച് ക്ലബ്സ് ഉണ്ടല്ലോ. കുറെ മാനേജേഴ്സ് അവൈലബിൾ ആവുകയും ചെയ്യും. അവര് ഓക്കെ ആയിരിക്കും. എനിവേ, ഇനി എന്തെങ്കിലും ചർച്ച ചെയ്യാൻ ബാക്കിയുണ്ടോ? പിന്നെ ആസ്റ്റൺ വില്ലയില് കുറെ പേര് ഇഞ്ചുറി ആയിട്ടുണ്ട് മിഡ്ഫീൽഡില്. മെഗിൻ ആവട്ടെ, മറ്റേ കമാറ ആവട്ടെ, ടീലെമൻസ് ആവട്ടെ, 3 പേര് ഇഞ്ചുറിയാണ്. ചെറിയ ഇഞ്ചുറി ഒന്നുമല്ല. ഒരുത്തൻ സീസൺ ഔട്ട്, ഒരുത്തൻ 6 വീക്സോ എന്തോ ഉണ്ട്, പിന്നെ ഒരുത്തൻ 2-3 മന്ത്സ് അങ്ങനെ എന്തോ പറഞ്ഞു. പയ്യൻ കളിക്കോ? പയ്യൻ 5 ഗെയിം കളിച്ചാൽ ക്ലോസ് ആക്ടിവേറ്റ് ആവും. 4 എണ്ണം വേണമെങ്കിൽ കളിക്കും. 4 എണ്ണം വേണമെങ്കിൽ കളിക്കും, ഉറപ്പാണ്. 5 ഗെയിം കളിക്കും. അല്ല ഗണേഷ്, ഇത്ര പ്ലേയേഴ്സ് ഇത്രയും ലോങ് ടേം ഇഞ്ചുറി വന്നിട്ടാണോ വില്ല കണ്ടിന്യൂസ് ആയിട്ട് ഇനി ജയിക്കുന്നു പറയണത്? അവര് മേടിച്ചിട്ടുണ്ടല്ലോ, ഡഗ്ലസ് ലൂയിസിനെ മേടിച്ചിട്ടുണ്ട്. ഡഗ്ലസ് ലൂയിസ് വന്നിട്ടുണ്ട്, ടാമി എബ്രഹാം വന്നിട്ടുണ്ട്, ബുവൻഡിയ, മോർഗൻ റോജേഴ്സ് ഉണ്ട്, വാറ്റ്കിൻസ് ഉണ്ട്. എവിടെ വേണമെങ്കിൽ കളിപ്പിക്കും. അക്കാഡമി എലിയറ്റിന് വേറൊരു പയ്യൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അവനൊക്കെ കളിക്കും. ഇനിയിപ്പോ എലിയറ്റിനെ കളിപ്പിക്കാലോ. എലിയറ്റ് നല്ല പ്ലെയർ അല്ലേ. നമ്മുടെ ഒരു കാര്യം ചെയ്യാം. സീസണില് at this point നമ്മളിപ്പോ 22 മാച്ചസ് ആയി. we have 16 matches to go. ഒരു ടോപ്പ് 6 പറഞ്ഞ എല്ലാരും. ഞാൻ ആദ്യം പറയട്ടെ. ഫസ്റ്റ് ആർസനൽ, സെക്കൻഡ് സിറ്റി, തേർഡ് ലിവർപൂൾ, ഫോർത്ത് വില്ല, ഫിഫ്ത്ത് ചെൽസി, സിക്സ്ത് യുണൈറ്റഡ്. ഇതായിരിക്കും. ഗണേശന? ഫസ്റ്റ് സിറ്റി, സെക്കൻഡ് ആർസനൽ ആവും, ദെൻ വില്ല, യുണൈറ്റഡ്. ഇപ്പൊ നിൽക്കുന്നതിൽ ആർസണലും സിറ്റി ഇന്റർചേഞ്ച് ആവും. അത്രേ ഉള്ളൂ. നമ്മൾ 6ാം സ്ഥാനം. ഫസ്റ്റ് 3 ഗണേഷ് പറഞ്ഞ സെയിം സാധനം. ഐ സ്റ്റിൽ ബിലീവ് സിറ്റി ക്യാൻ വിൻ ദ ലീഗ്. So City, I mean, clear favorites on Arsenal. I'm not denying that.
ബട്ട് അവരെ റീസെന്റ് ബോട്ട്ലിംഗ് ഒരു ഇന്റേണൽ പ്രഷർ പോലെ തോന്നുന്നുണ്ട്. സോ സിറ്റി ഫസ്റ്റ്, ആർസണൽ സെക്കൻഡ്, വില്ല തേർഡ്, ലിവർപൂൾ 4. I still believe Chelsea 5th and United 6th. എന്റെ സെയിം ആണ്. Again, അബിൻ പറഞ്ഞു. City, Arsenal, you never know. But after that, I think third, Villa. I also see Villa falling off and Liverpool getting fourth and United getting fourth, third. ഈ വില്ല fall off ആയാൽ അവിടെ രണ്ട് സ്പോട്ട് ഓപ്പൺ ആവും. But again, it's a long time to go. But I think as of now, Villa fall off എന്ന് പറയുമ്പോൾ there's 8 or 9 points lead, right? From 4th. നമ്മളായിട്ട് 10 പോയിന്റ് ലീഡ് ഉണ്ട്. ഇല്ല, എങ്ങനെ മേലെ കയറാൻ? 4 ഗെയിമൊക്കെ തോൽക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. നോവേ. അയാളെ കളിപ്പിക്കും. ഇതേ ആ പന്ത് തട്ടാൻ അറിയുന്ന ഒരു പ്ലെയറെ കിട്ടിയാൽ മതി ഉനായ് എമറിക്ക്. അത് വെച്ച് അയാൾ ജയിപ്പിക്കും. പറയാനുള്ള കാരണം എന്താ വെച്ചാല് അവര് യൂറോപ്പ ലീഗ് ഉണ്ട് അവർക്ക്. അയാൾക്ക് യൂഷ്വലി യൂറോപ്പ ലീഗ് എന്ന് പറയുമ്പോ അയാൾക്ക് പിരിവെട്ടും. അയാള് പിന്നെ എല്ലാം മറന്ന് യൂറോപ്പ അടിക്കാൻ നോക്കും. അപ്പോ ഐ ഡോണ്ട് നോ. ഐ സ്റ്റിൽ തിങ്ക് ദർ ഇസ് എ ചാൻസ് വിത്ത് ഇഞ്ചറീസ് ആൻഡ് but again you don't know. നമ്മൾ prediction പറയാൻ പറ്റില്ല. I'm just saying as of now, yeah, I think Arsenal, City, Villa, I think Liverpool will sneak fourth somehow and it'll be very close with United and Chelsea. On that note, we will be back on Friday. Ganesh ഉണ്ടാവില്ലേ? ഫ്രൈഡേ ഉണ്ടാവും. Okay, നാളത്തെ മാച്ച് let's see who are we playing. ഒക്കെ അറിയും നമുക്ക്. ചാമ്പ്യൻസ് ലീഗ് മാച്ച് നാളെ 3-0 win. നാളെ നമ്മൾ സോറി പ്രഡിക്ഷൻ പറഞ്ഞേ. കരബാക്ക് പ്രഡിക്ഷൻ. ഗാക്പോ ഹാട്രിക് ആണ്. 3-0 win. Probably 1-1. ജയിച്ചാ നല്ലത്. I think it will be 1-1 or 2-2. എനിക്ക് ആ ഒരു ഫീലാ കിട്ടുന്നത്. Because we may not play a lot of players. എനിക്ക് ആ ഫീലിംഗ് ഉണ്ട്. സ്ലോട്ട് may rest a lot of players. ടോപ്പ് 8 കിട്ടിയാലേ നമ്മള് മറ്റേ ഡയറക്റ്റ് ആയിട്ട് ക്വാളിഫൈ ആവുള്ളൂ. based on that ഒരു കളിക്കണ്ടേ? ഇല്ല, ടോപ്പ് 8 ഡ്രോ ആയാലും മതിയല്ലോ. ബാക്കിയുള്ളവരുടെ റിസൾട്ട് നോക്കിയിട്ട് വേണ്ടേ? നോക്കിയിട്ടാണ്. but I still think he may take that risk. I don't know. കളിച്ചാലേ നടക്കുള്ളൂ. അല്ലെ ഉള്ള സ്ക്വാഡ് വെച്ചിട്ട് ഇനി ഒരു ഗെയിം എക്സ്ട്രാ ആയിട്ട് കളിക്കാനൊന്നും ആള് നോക്കില്ല. എന്തായാലും ജയിക്കാനേ തന്നെ നോക്കുള്ളൂ. നോക്കാം. ഗോയിങ് ഫോർ 2-1 വിക്ടറി. ക്ലീൻ ഷീറ്റ് ഒന്നും പറയുന്നില്ല. 2-1 ഇരിക്കട്ടെ. സുദീപ് എന്താണ് തീർക്കല്ലേ? ഞാൻ പറഞ്ഞു 3-0 win. അല്ല, വൈൻഡ് അപ്പ് ചെയ്യല്ലേ? വൈൻഡപ്പ് ചെയ്യാം. വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോ ഫ്രൈഡേ നൈറ്റ് കാണാം. ബൈ എല്ലാവരും. ബൈ.